നമ്മുടെ ഈ ബ്രൈഡ് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്കും നാളെ വെഡ്ഡിങ്ങിന് യൂസ്ഫുൾ ആവും കേട്ടോ. ബ്രൈഡിന് ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാകുന്ന ആളുടെ വെഡ്ഡിങ്ങിന് എങ്ങനെ ആയിരിക്കണം. ഈ സാരി ആൾക്ക് ഈ ഒരു യെല്ലോ കോമ്പിനേഷൻ വേണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. അതുപോലെ ഹെയർ സ്റ്റൈലില്, ഓർണമെന്റ്സ്, ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളും ആൾക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നില്ല. ആൾ പറഞ്ഞ അതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എല്ലാ ബ്രൈഡ്സിൻ്റെയിലും പറയണതാണ്, സാരി റോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന്. ഇയാൾ റോൾ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സാരി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡ്രൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കലും വെഡ്ഡിങ് ഡേയുടെ അന്ന് തന്നെ നമുക്കത് അയൺ ചെയ്ത് നിങ്ങൾക്ക് ഡ്രൈപ്പ് ചെയ്യുമ്പോൾ ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ക ട്രഡീഷനിൽ നിന്ന് മാറി എന്നാൽ കുറച്ച് മോഡേൺ ആയിട്ടുമാണ് ആൾ നമ്മളെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരിക്കലും ഇത് എൻ്റെ റെഫറൻസ് ആയിരുന്നില്ലേ, എല്ലാം ബ്രൈഡിൻ്റെ ആയിരുന്നു. ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ആൾക്ക് ഏകദേശം ഒരു ക്ലിയർ ചിത്രം ഉണ്ടായിരുന്നു ആൾ എങ്ങനെയാവണം. അതുപോലെ ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൾക്കും ആളുടെ ഫാമിലിക്കും ഒരുപാട് ഇഷ്ടമായിട്ട്. അപ്പം നമ്മൾ ഓൾ കേരള സർവീസാണ്, മറക്കണ്ട.